ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഏതറിയാത്തവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം കഴുകി വെച്ച ബീഫ് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്യാം. ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മുളച്ച ചുവന്നുള്ളിയാണ്. എൻ്റെ അടുത്ത് ചുവന്നുള്ളി മുളച്ചുകൊണ്ടാണ്. അതേപോലെ പച്ചമുളക് ചുവപ്പ് കളറായതാട്ടോ, അത് 2 ആവശ്യത്തിന് ഇട്ടോളൂ. ഒരു ഹാഫ് ടീസ്പൂണ് ഉലുവ, ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഒരു ഇത്തിരി തൈര്, കല്ലുപ്പ്. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളം. ഇവിടെ ചേന വേണം കേട്ടോ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഏകദേശം ഒരു 5-6 വിസിൽ. ചിലപ്പോൾ നല്ല വേവ് കൂടുതലുള്ള ബീഫായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിസിൽ എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ ഒന്ന് ബീഫ് കറി ഉണ്ടാക്കി വെക്കുമെന്ന് നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിലോ ചീനച്ചട്ടിയിലോ എന്തിലോ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന്, ഞങ്ങളിവിടെ കുറച്ച് ബീഫേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ, 1 ടീസ്പൂണ് കുരുമുളക്, അതേപോലെ തന്നെ 1.5 ടീസ്പൂണ് വലിയ ജീരകം, ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ മുളകും പൊടി ആഡ് ചെയ്തിട്ടുള്ള, പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല പൗഡർ. അപ്പോൾ ഇത്രയും നന്നായിട്ട് ചൂടാവുന്നത് വരെ നമുക്കൊന്ന്, ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നതിന് ശേഷം നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓപ്പൺ ചെയ്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മൺചട്ടിയിലോട്ടാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 തക്കാളി, വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യണ്ട, അരിഞ്ഞിട്ട് ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ കുക്കറിലുള്ള വേവിച്ച് വെച്ച ആ ബീഫും അതിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ എത്രയാ മസാല, നമുക്ക് ആവശ്യത്തിനുള്ള മസാലയാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്, അത്രയും മസാല നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഇനി എക്സ്ട്രാ മസാലകളൊന്നും നമ്മൾ ചെയ്യണില്ലേ. അപ്പോൾ ഇത് നമ്മൾ ആ മസാല മൊത്തം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് കുറുകണം എന്നുള്ളവർക്ക് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം. ഇവിടെ ഒത്തിരി കറിയായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടെടുത്തോളൂ കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല, വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചുവന്നുള്ളി നല്ല ബ്രൗണിഷ് കളറാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ശരിക്കും നല്ല ടേസ്റ്റിയിൽ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. ചോറിലോട്ടാണെങ്കിലും പൊറോട്ടയ്ക്കോ പത്തിരിക്കോ എങ്ങനെ വേണമെങ്കിലും